ഇപ്പോഴൊക്കെ വർഷത്തിൽ 2-3 തവണ മാത്രം ഒരാഴ്ച നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരാറുള്ളൂ. എന്നാൽ വരുമ്പോൾ ഞാൻ മാക്സിമം ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ വീഡിയോയിൽ എടുക്കാറുണ്ട്. ഇത് പക്ഷേ ഞാൻ ഈ വർഷം മാർച്ചിൽ വന്നപ്പോഴത്തേക്കിനും എടുത്തതിൻ്റെ വീഡിയോസാണ്. കുറേ ടാസ്കുകൾ കൊണ്ടായിരിക്കും ഈ ഒരാഴ്ചത്തേക്കാണെങ്കിലും വീട്ടിലോട്ട് വരുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ളൊരു കണക്ഷനും കൂട്ടണം. ബിക്കോസ് ബന്ധങ്ങളുടെ വിലയൊക്കെ ഈ ജനറേഷനിൽ കുറഞ്ഞു വരുമല്ലേ. അപ്പോൾ പഴയ നമ്മളെയൊക്കെ പോലെ തന്നെ ആകണം എന്നാണ് എൻ്റെ ഒരു ചെറിയ ആഗ്രഹം. ഞാനും എൻ്റെ ബ്രദറൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇവരും കമ്പനിയൊക്കെ തന്നെയാണ്. ഞാനതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു മെയിൻ ലിസ്റ്റിൽ പെടുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ലിയോ കുട്ടനെ സംബന്ധിച്ചിടത്തോളം അവന് ചില കാര്യങ്ങളൊക്കെ ഭയങ്കര പുതുമയാണ്. എറണാകുളത്ത് അവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവൻ ഈ കുട്ടനാട്ടിൽ വന്നിട്ട് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുന്നത്. പലതിനെയും അവൻ ആദ്യമായിട്ട് കാണുന്നത് പോലും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുളത്തിലെ മീനെയും അമ്മ വീട്ടിലെ പശുവിനെയും ഒന്നും ലിയോ കൂട്ടം കാണാൻ മിസ്സാക്കാറില്ല. ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരുന്നൊന്നും ഇല്ലെങ്കിലും അവൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനോടുള്ള കണക്ഷനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ അടുക്ക പോലും അവനൊന്ന് മര്യാദയ്ക്ക് ഇത്തവണയാണ് പോയത്. പിന്നെ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കിന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറയുന്ന കേട്ടോ. പിന്നെ വലിയ ജോലിയും കൂലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയ പപ്പയ്ക്കോ അമ്മയ്ക്കോ ഒക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ അല്ലേ? അതിൽ കൂടെ കിട്ടുന്നൊരു സന്തോഷം ഒന്ന് അറിയണമല്ലോ. പിന്നെ ഞാൻ ഒട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കാത്തൊരു കാര്യം പപ്പയുടെ പപ്പനെ അമ്മേനും കാണാൻ വേണ്ടിയിട്ട് അവരുടെ കല്ലറയിൽ പോകുന്നു. ഇപ്പം നിങ്ങൾ ഓർക്കും ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിടുന്നതെന്നൊക്കെ അല്ലേ? പക്ഷേ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസും ഹൈലൈറ്റ്സും ഒക്കെ എപ്പോഴും കുത്തിയിരുന്ന് കാണുന്ന ഒരാളാണ്. അയ്യോ പിന്നെ പറയാൻ മറന്നു കേട്ടോ, ഞാൻ ഈ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും ഒരു പായസം, അത് ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് മസ്റ്റ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ സമയമായിരിക്കണം. അപ്പോൾ കണ്ടാലും തീരാത്ത കുറേ കാഴ്ചകളും ഓർമ്മകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.